പിണറായി സഖാവിന്റെ മൂക്കത്തെ ശുണ്ടി നാട്ടിലെല്ലാം പാട്ടാണ്. മുഖ്യമന്ത്രിയായ ശേഷം അവസരം കിട്ടിയാലൊക്കെ അദ്ദേഹം അത് പ്രകടിപ്പിക്കാറുമുണ്ട്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കുറച്ച് വെയിറ്റ് ചെയ്യൂ, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ. കനത്ത തിരിച്ചടിയാണ് CPM-ന്. നേതൃത്വം ഇപ്പം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത്. അത് നേതാക്കൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാളിച്ചകൾ ഏറ്റുപറയുകയാണ് CPM നേതൃത്വം. എന്റെ പെരുമാറ്റം നന്നായി പോയി. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം ഇന്ന് പുതിയൊരു മനുഷ്യനാണ് എന്ന് പറയുന്നു. ദൈവം ക്ഷേത്രം വിട്ട് നമ്മുടെ കൂടെ ജീവിക്കാൻ വരുന്നു. ഈ ഉത്സവം ആഘോഷിക്കാം നമുക്ക്. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ. അപകട സ്ഥലം സന്ദർശിക്കുന്നു, ഈ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ചെയ്യുന്നു. അതിലെന്തെങ്കിലും തെറ്റ്? ഇല്ല ഇല്ല ഇല്ല. ഒരു സംശയം സ്വപ്നാണോന്നല്ലേ? അതെ. അതിനെന്തിനാ സംശയിക്കുന്നത്? സംശയം ഞാൻ ഇപ്പൊ തീർത്തുതരാം. അയ്യോ, എന്തൊരു എളിമ, എന്തൊരു വിനയം. വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി പിണറായി വിജയൻ. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. നിങ്ങളിവിടെ വടിയും തൂക്കി നിൽക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ പറയും എന്ന രണ്ട് വാചകമാണ് പിണറായി വിജയൻ പറഞ്ഞത്. പിന്നീട് കോപത്തോടെ സ്വന്തം മുറിയിലേക്ക് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം.